ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീധാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യ ശുദ്ധമുക്തമഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീ ഗുരുവദേ ശാന്തൈ കടാക്ഷൈ ശിക്ഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഃ കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശിവഗിരി നാഥൻ വാട്സപ്പ് ഗ്രൂപ്പിലെ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ 153ാമത് ജയന്തി ദിനമാണ്. ഈ ജയന്തി ദിനത്തിൽ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളെക്കുറിച്ച് ഒരല്പ ചരിത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് റജി അമേനു. അരുവിപ്പുറത്തിനടുത്ത് മാരായ്മുട്ടത്ത് മണ്ണാത്തല എന്ന ആഢ്യ നായർ തറവാട്ടിൽ 1867 ജൂലൈ മാസം 31 മലയാള വർഷം 1042 കർക്കിടക മാസത്തിലെ പൂയം നക്ഷത്രത്തിൽ കൊച്ചപ്പിപ്പിള്ള എന്ന ഗുരുദേവന്റെ പ്രഥമ സന്യാസ ശിഷ്യനായ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ പൂജാതനായി. അമ്മ ഉമ്മിണിയമ്മയും അച്ഛൻ മാർത്താണ്ഡപിള്ളയുമായിരുന്നു. കൊച്ചപ്പിപ്പിള്ളയ്ക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഏറ്റവും ഇളയ ആളായിരുന്നു കൊച്ചപ്പിപ്പിള്ള. അതുകൊണ്ട് കുഞ്ചു എന്ന ഓമനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കൊച്ചപ്പിപ്പിള്ളയുടെ അമ്മ വിഷ്ണു ഭക്തിയായിരുന്നു. അമ്മ പുരാണ കഥകൾ പറയുന്നതിലും ദേവീസ്തുതികൾ സംഗീതസാന്ദ്രമായി ആലാപനം ചെയ്യുന്നതിലും സമർത്ഥയായിരുന്നു. പുരാണ കഥകൾ പറഞ്ഞുകൊടുത്തും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും പ്രാർത്ഥനാദി ആത്മീയചര്യകളെ ശീലിപ്പിച്ചുമാണ് കുഞ്ചുവിനെ അമ്മ വളർത്തിയത്. അമ്മയാണ് കുഞ്ചുവിൻ്റെ പ്രഥമ ഗുരു. 7ാം വയസ്സിൽ മാരായമുട്ടത്തിന് സമീപം ആങ്കോട് ഗ്രാമത്തിലെ മേലിക്കോണത്ത് വീട്ടിൽ ചിന്നൻപിള്ള ആശാന് ആണ് വിദ്യാരംഭം കുറിച്ചത്. വിദ്യാരംഭം കുറിച്ചു വിദ്യ അഭ്യസിപ്പിച്ച കൊച്ചപ്പിപ്പിള്ളയുടെ 15ാമത്തെ വയസ്സിൽ അമ്മ പരലോകം പോയി. ഇത് കുഞ്ചുവിനെ വേദനപ്പെടുത്തി. അതോടെ അദ്ദേഹം ചിന്താമഗ്നനും മൗനിയുമായി മാറി. ഏകാന്തതയെ ഇഷ്ടപ്പെട്ട കൊച്ചപ്പിപ്പിള്ളയ്ക്ക് അച്ഛൻ മാർത്താണ്ഡപിള്ള തിരുവനന്തപുരത്തെ കൈതമുക്കിൽ തമിഴ്നാട്ടുകാരനായ ഒരു മൂത്തപിള്ളയുടെ പലചരക്ക് കടയിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. അങ്ങനെ കണക്കെഴുത്തു പിള്ളയായി. കടയുടമയായ ഷൺമുഖം പിള്ളയ്ക്ക് കൊച്ചപ്പിപ്പിള്ളയെ വലിയ കാര്യമായിരുന്നു. പുത്രനെ പോലെ കരുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ കൊച്ചപ്പിപ്പിള്ള തമിഴ് ഭാഷ പഠിച്ചു. ഏതാണ്ട് ഒരു 1.5 വർഷത്തിന് ശേഷം കൊച്ചപ്പിപ്പിള്ള അവിടുത്തെ ജോലി മതിയാക്കി സ്വഭവനത്തിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ തിരിച്ചെത്തിയ കൊച്ചപ്പിപ്പിള്ള കൂടുതൽ സമയവും നദിയോരത്തും ക്ഷേത്ര സന്നിധാനങ്ങളിലും കഴിച്ചുകൂട്ടി.
ഇങ്ങനെയിരിക്കെ ഒരു നാൾ പ്രാകൃത വേഷധാരിയായ ഒരു അവധൂതന്റെ അനുഗ്രഹം കൊച്ചപ്പിപ്പിള്ളയ്ക്ക് ലഭിച്ചു. അതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു. അവധൂതൻ കൊച്ചപ്പിപ്പിള്ളയെ ആപാദചൂടം വീക്ഷിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആത്മീയ സാധനയിലൂടെ മുന്നേറാൻ കൊച്ചപ്പിപ്പിള്ളയോട് ഉപദേശിച്ചു. ആ സിദ്ധപുരുഷൻ അനുഗ്രഹീത ബാലന്റെ ചെവിയിൽ ദിവ്യമായൊരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മന്ത്രം ജപിച്ച് ജപസിദ്ധി നേടണം. ആധ്യാത്മിക വാസന പരിപക്വമാകുമ്പോൾ ഒരു മഹാഗുരുവിൻ്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും ലഭിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. കൊച്ചപ്പിപ്പിള്ളയോട് ആ സിദ്ധപുരുഷൻ ഒരു മഹാഗുരുവിൻ്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും ലഭിക്കുമെന്ന് പറഞ്ഞ ആ മഹാഗുരു പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. സിദ്ധപുരുഷന്റെ ഉപദേശപ്രകാരം സാധനങ്ങളൊക്കെ കൃത്യമായും ചിട്ടയായും ശീലിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഭക്ഷണകാര്യങ്ങളിലൊക്കെ അല്പം മാറ്റം വരുത്തി മിതത്വം പാലിച്ചു. ശരിക്കും കൊച്ചപ്പിപ്പിള്ള ഒരു ബ്രഹ്മചാരിയായി മാറി. അങ്ങനെയിരിക്കെ തൻ്റെ 17ാമത്തെ വയസ്സിൽ ഒരു പൂർവ്വ പുണ്യ സുഹൃതം എന്നോണം ഒരു ദിവ്യ സ്വരൂപത്തെ ദർശിച്ചു കൊച്ചപ്പിപ്പിള്ള. തൻ്റെ വീട്ടിൽ നിന്നും വീട്ടു സാധനങ്ങൾ വാങ്ങാൻ നെയ്യാറ്റിൻകരയ്ക്ക് പോവുകയായിരുന്നു. പാറയിടുക്കുകളും ഗുഹകളുമുള്ള പുഴക്കരയിലേക്ക് നോക്കിയപ്പോൾ തേജോമയനായ ഒരു ആൾരൂപം കാണാൻ കഴിഞ്ഞു. മനസ്സിനെ വല്ലാതെ വശീകരിച്ചു. തിരിച്ചു പോന്നപ്പോൾ ആ ദിവ്യരൂപം പാറമേൽ തന്നെ ഇരിക്കുന്നു. അന്ന് വൈകിട്ട് കുഞ്ചുവിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോൾ തേജോമയമായ രൂപം തൻ്റെ കണ്ണുകളിലേക്ക് കടന്നു വരുന്നത് പോലെ തോന്നി. പിറ്റേ ദിവസം രാവിലെ അതേ സമയത്ത് തന്നെ ചെന്ന് നോക്കിയപ്പോൾ ആ രൂപം അപ്പോഴും അവിടെ ഇരിക്കുന്നു. കൊച്ചപ്പിപ്പിള്ളയുടെ മനസ്സിലൊരാകാംക്ഷയായി, അറിയാനുള്ളൊരു ആകാംക്ഷ, അത്യാകാംക്ഷയായി. കൊച്ചപ്പി കുന്നിൻ്റെ അടിവാരത്തിലേക്ക് മെല്ലെ ഇറങ്ങിച്ചെന്നു. അപ്പോൾ മനസ്സിലായി അതൊരു മനുഷ്യനാണെന്ന് കൊച്ചപ്പിപ്പിള്ളയ്ക്ക് ശരിക്കും പിടികിട്ടി. അത് മറ്റാരുമല്ല, നമ്മുടെ മഹാഗുരു തന്നെയായിരുന്നു. ഈ സമയം ആ ദിവ്യരൂപം കൊച്ചപ്പിപ്പിള്ളയെ മാടി വിളിച്ചു. ഭയഭക്തി ബഹുമാനത്തോടെ ദിവ്യസന്നിധിയിൽ എത്തുന്നതിന് വേണ്ടി പേടിച്ച് പേടിച്ച് പതുക്കെ നടന്ന് ഗുരുദേവൻ ഇരിക്കുന്നിടത്ത് പതുക്കെ എത്തി. അപ്പോൾ ഒരു വലിയ പുലി കിടന്നുറങ്ങുന്നു ആ ദിവ്യപുരുഷന്റെ സന്നിധിയിൽ. കുഞ്ചു ഒന്ന് ഞെട്ടി. നടന്ന കാല് പുറകോട്ട് വെച്ചു. അപ്പോൾ അവിടെ ഇരുന്ന ദിവ്യ കളയപരനായ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ കൊച്ചപ്പിപ്പിള്ളയോട് പറഞ്ഞു, പേടിക്കേണ്ട, പുലി ഉപദ്രവിക്കില്ല, വരൂ എന്ന് ഗുരു പറഞ്ഞു. പുലി കണ്ണു തുറന്ന് കൊച്ചപ്പിപ്പിള്ളയെ ഒന്ന് നോക്കി പേടിച്ചു വിറച്ചുപോയി. ആളെ മനസ്സിലായതുപോലെ കണ്ണുകൾ അടച്ച് അനങ്ങാതെ പുലി അവിടെ കിടന്നു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭക്തനെ ഗുരു അടിമുടി കടാക്ഷിച്ച ശേഷം തിന്നാൻ എന്തുണ്ട്? അപ്പോൾ പെട്ടെന്ന് കൊച്ചപ്പി പറഞ്ഞു, കരിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. തൃപ്പാദങ്ങൾ മരക്കിഴങ്ങ് കിട്ടുമോ എന്ന് വീണ്ടും ചോദിച്ചു. കൊച്ചപ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി. പെട്ടെന്ന് 2-3 കപ്പയുമായി, വലിയ 2-3 കപ്പയുമായി ഗുരുവിൻ്റെ മുമ്പിൽ വന്നു. ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തീക്കനലുകളൊക്കെ കൂട്ടി ചുള്ളിക്കമ്പുകളൊക്കെ ഓടിച്ച് അത് ചുട്ടു. ചുടുന്നതിനിടയ്ക്കും കൊച്ചപ്പി പുലിയെ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ദിവ്യപുരുഷന്റെ സാന്നിധ്യം എന്തോ ഒരു വശീകരണം പോലെ തോന്നിയ കൊച്ചപ്പി കപ്പ ചുട്ടു. നല്ല കൈകളൊക്കെ ശുദ്ധമാക്കി ഒരു പച്ചിലയിൽ ചുട്ട കിഴങ്ങ് ആ തിരുമുമ്പിൽ സമർപ്പിച്ചു. തൊലി കളഞ്ഞ് അതിലൊരു ഭാഗം തൃപ്പാദങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ബാക്കി ഭാഗം കൊച്ചപ്പിക്ക് നൽകി. കൊച്ചപ്പിക്ക് അത് അമൃത് ലഭിച്ചതുപോലെയായി. ആ പരമഭക്തൻ ആ പ്രസാദം 2 കൈയും നീട്ടി വാങ്ങിക്കഴിച്ചു. അഢ്യ നായർ തറവാട്ടിൽ പിറന്ന കൊച്ചപ്പി ഈഴവനെ തൊട്ടു തിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സന്ദർശനം തുടർന്നുകൊണ്ടേയിരുന്നു. കൊച്ചപ്പിയുടെ വീട്ടിൽ വിവരങ്ങളൊക്കെ അറിഞ്ഞു. വീട്ടുകാർ കൊച്ചപ്പിയെ വിലക്കി. ഈഴവനെ തൊട്ട് തിന്നാനായിട്ട് പോയോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞു. ഈഴവനെ തീണ്ടിയിട്ട് വന്നിരിക്കുന്നു. ഇതൊന്നും കൊച്ചപ്പി കേട്ടതായിട്ട് ഭാവിച്ചില്ല. ഈ വിലക്കുകൾക്കൊക്കെ ഫലമില്ലാതെ വന്നപ്പോൾ
മാതാപിതാക്കൾ മർദ്ദനമുറകൾ തുടങ്ങി. അതുകൊണ്ടും ഫലമില്ലെന്ന് കണ്ടപ്പോൾ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. എന്നിട്ടും കൊച്ചപ്പി ഇത് വകവയ്ക്കാതെ മുടങ്ങാതെ ആ തൃപ്പാദ സന്നിധിയിൽ വന്നുകൊണ്ടിരുന്നു. പേടിച്ചു നിൽക്കാതെ കൊച്ചപ്പി ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് ശിഷ്യത്വം സ്വീകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ പരമകാരുണികനായ ഗുരു കൊച്ചപ്പിയെ തൻ്റെ ആദ്യ ശിഷ്യനാക്കി. സത്യാനുഭവ തലങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങിയ നമ്മുടെ ചരിത്ര നായകന് സന്യാസ ദീക്ഷ നൽകി ഗുരു അനുഗ്രഹിച്ചു. ശിവലിംഗദാസൻ എന്ന് നാമകരണം ചെയ്തു. നമ്മൾ ഓർക്കണം, മഹാഗുരുവിൻ്റെ ആദ്യ പ്രതിഷ്ഠ ശിവലിംഗം, ആദ്യ ശിഷ്യൻ ആ ശിവലിംഗത്തിൻ്റെ ദാസൻ, എല്ലാം ശിവമയം. തൃപ്പാദങ്ങൾ സന്യാസത്തിൻ്റെ ഭാഗമായി കാഷായ വസ്ത്രമല്ല ശിവലിംഗദാസ്വാമികൾക്ക് കൊടുത്തത്. തൂവെണ്മയായ വസ്ത്രമാണ് ഗുരു ശിഷ്യന് നൽകിയത്. കാരണം ഗുരുദേവനും അക്കാലം തൂവെണ്മയായിരുന്ന വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് തൻ്റെ പ്രഥമ ശിഷ്യനും അത്തരത്തിലുള്ള വസ്ത്രമാണ് കൊടുത്തത്. തുടർന്ന് 1888 കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ തൃപ്പാദങ്ങൾ നടത്തിയ അരിപ്പുറം പ്രതിഷ്ഠയുടെ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത് ചില ശിവലിംഗ സ്വാമികളാണ്. ശിവലിംഗ സ്വാമികൾ ആ ചരിത്ര മുഹൂർത്തത്തെക്കുറിച്ച് സച്ചിദാനന്ദ സ്വാമി എഴുതിയ ശിവലിംഗം, ശ്രീനാരായണ ഗുരുദേവന്റെ ശിവലിംഗം എന്ന് പറയുന്ന ആ മഹാഗ്രന്ഥത്തിൽ ശിവലിംഗദാസ സ്വാമികൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് നല്ലവണ്ണം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ശിവലിംഗദാസ സ്വാമികളെ കുറിച്ചുള്ള വിവരണം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ അല്ലെങ്കിൽ 10-20 മിനിറ്റ് കൊണ്ട് ചുരുക്കാവുന്നതല്ല. മണിക്കൂറുകൾ നീണ്ടു പറയേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ആഗ്രഹമുള്ള ആളുകൾ സച്ചിദാനന്ദ സ്വാമിയുടെ പുസ്തകം മേടിച്ച് വായിക്കേണ്ടതാണ്. ഈ അരിപ്പുറത്ത് വെച്ച് തന്നെ ശിവലിംഗദാസ സ്വാമികൾക്ക് സുബ്രഹ്മണ്യ ഭഗവാന്റെ ദർശനം ഉണ്ടായതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുളത്തൂർ കോലത്തുകര 1888 അരിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം തൃപ്പാദങ്ങൾ ധാരാളം ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തി. എങ്കിൽ 1893 കുളത്തൂർ കോലത്തുകര ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ശിവലിംഗദാസ സ്വാമികളെ കുളത്തൂരിൽ താമസിക്കാൻ സ്വാമി ആജ്ഞാപിച്ചു. തൃപ്പാദങ്ങളുടെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് കുളത്തൂരിൽ ശിവലിംഗദാസ സ്വാമികൾ താമസമാക്കി. കുളത്തൂർ സ്വാമി എന്നും കൊച്ചുസ്വാമി എന്നും നാട്ടുകാർ വിളിച്ചു. കൊച്ചുസ്വാമി എന്ന് വിളിക്കാൻ കാരണം വലിയ സ്വാമി തൃപ്പാദങ്ങളാണ്, അതുകൊണ്ട് കൊച്ചുസ്വാമി എന്ന് വിളിച്ചു. ശിവലിംഗദാസ സ്വാമികളുടെ ആത്മമിത്രമായിരുന്നു നിശ്ചലദാസ സ്വാമികൾ. ഈ കുളത്തൂർ പ്രദേശം എന്ന് പറയുന്ന വനനിബിഡമായിരുന്നു. ക്ഷേത്ര പരിസരത്തിന്റെ ഒരു ഭാഗം വെട്ടിത്തെളിച്ച് ശിവലിംഗദാസ സ്വാമികൾ അവിടെ ഒരു ശ്രീനാരായണ ആശ്രമം സ്ഥാപിച്ചു. പൊതുജനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു മഠം സ്ഥാപിക്കാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അവിടെ അന്ന് കാട് പിടിച്ച് ജനസഞ്ചാരം കുറഞ്ഞ സർപ്പക്കാവ് വെട്ടി തെളിച്ചാണ് മഠത്തിന് അസ്ഥിവാരമിട്ടത്. മഠത്തിന്റെ പണി കഴിഞ്ഞ ശിവലിംഗദാസ സ്വാമികൾ അവിടെ താമസവും ഉറപ്പിച്ചു. അവിടെ ശിവലിംഗദാസ സ്വാമികൾ താമസം ഉറപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവവും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ താമസം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം കാലത്ത് ശിവലിംഗദാസ സ്വാമികൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സർപ്പം വന്ന് മുമ്പിൽ, ആ മുറിയുടെ മുമ്പിൽ കിടന്നു. അദ്ദേഹം ഇറങ്ങി ശബ്ദമുണ്ടാക്കിയിട്ട് എന്ത് ചെയ്തിട്ടും സർപ്പത്തിനൊരു അനക്കവും ഉണ്ടായി. കിടന്ന സ്ഥലത്ത് നിന്ന് ഒരടി പോലും മാറി കിടന്നില്ല. ശിവലിംഗസ്വാമി വിചാരിച്ചു സർപ്പക്കാവ് വെട്ടിത്തെളിച്ചത് കൊണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന് 2 മണിക്കൂർ, ഏതാണ്ട് 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ സർപ്പം വന്ന വഴിയെ പോയി. പിറ്റേ ദിവസവും ഇതുപോലെ വന്നു. ഇങ്ങനെ 4-5 ദിവസം സർപ്പം പതിവായി വന്നപ്പോൾ സ്വാമിക്ക് ഭയമായി. ഒടുവിൽ അരിപ്പുറത്ത് ചെന്ന സ്വാമികളെ തൃപ്പാദങ്ങളെ വിവരമറിയിച്ചു. ഇങ്ങനെ ഒരു പാമ്പ് വരും, സർപ്പം വരുന്ന കാര്യവും ഒക്കെ പറഞ്ഞു. അത് കുറെ കഴിയുമ്പോൾ പോകുന്ന വിവരങ്ങളും ഒക്കെ പറഞ്ഞു. പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചു. തൃപ്പാദങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സർപ്പം ദിവസവും വരുന്നതല്ലേ ഉള്ളൂ, ഉപദ്രവിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ശിവലിംഗദാസ സ്വാമി ഇത് കേട്ട് പറഞ്ഞു, ഉപദ്രവിക്കുന്നില്ല, ആ സർപ്പം വിട്ടുപോകുന്നില്ല സ്വാമി, അതിൻ്റെ ആകൃതി ഭയങ്കരമാണ്. തൃപ്പാദങ്ങൾ ഇത് കേട്ടിട്ട് പറഞ്ഞു, ആ മഠം
മനുഷ്യർക്ക് താമസിപ്പാനുള്ളതാണെന്നും സർപ്പങ്ങൾ വല്ല കാട്ടിലും പോയി ജീവിക്കേണ്ടതാണെന്നും പറയും. അപ്പോൾ അത് പൊയ്ക്കോളും. തൃപ്പാദങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവലിംഗ സ്വാമികൾ പറഞ്ഞു, സ്വാമികൾ തന്നെ വന്ന് ആ ഉപദ്രവം നീക്കിത്തരണം, അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. തൃപ്പാദങ്ങൾ കേട്ടിട്ട് വീണ്ടും പറഞ്ഞു, നാം തന്നെ വരേണ്ട ആവശ്യമൊന്നും ഇല്ല, നാം പറഞ്ഞ വിവരം ചെന്ന് പറയൂ, അപ്പോൾ പോകും. പോയില്ലെങ്കിൽ ഇവിടെ വന്ന് വിവരം അറിയിച്ചാൽ നാം വന്നുകൊള്ളാം. പിറ്റേ ദിവസം സർപ്പം വന്നു. സ്വാമികൾ സർപ്പത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, തൻ്റെ ഗുരുനാഥൻ, തൻ്റെ ഗുരു ഈശ്വരതുല്യനായ തൃപ്പാദങ്ങൾ പറഞ്ഞത് അപ്പോൾ മനസ്സിലോർത്തു. സർപ്പത്തോടായിട്ട് പറഞ്ഞു, ഈ മഠം മനുഷ്യർക്ക് താമസിപ്പാനുള്ളതാണ്. സർപ്പങ്ങൾക്കതാ ആ കാണുന്ന കാടുകളിലും മറ്റും ജീവിക്കാമല്ലോ, അതുകൊണ്ട് നീ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സർപ്പം തലയാട്ടിക്കൊണ്ട് സ്വാമികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ഇഴഞ്ഞുപോയി. പിന്നീട് സർപ്പത്തെ മഠത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ വാത്സല്യ ഭാജനമാണ് ശിവലിംഗദാസ് സ്വാമികൾ. ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ വാക്കുകൾ ശിവലിംഗദാസ് സ്വാമികളോട് പറഞ്ഞപ്പോൾ ആ സർപ്പം കേൾക്കുകയും ആ സർപ്പം അവിടുന്ന് പോവുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ ധാരാളം ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആ ക്ഷേത്ര ചടങ്ങുകളിലൊക്കെ സജീവ സാന്നിധ്യം വഹിച്ചിട്ടുണ്ട് ശിവലിംഗദാസ് സ്വാമികൾ. യോഗാനുഭൂതിയിൽ ഘട്ടം ഘട്ടമായി പുരോഗതി ശിവലിംഗ സ്വാമികൾ കൈവരിച്ചു, യോഗസിദ്ധി കൈവരിച്ചു. യോഗശാസ്ത്രത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ക്രിയകൾ വരെ സ്വാമി അനുഷ്ഠിച്ചിരുന്നു. ഈശ്വരാനുഭൂതി ഗുരുദേവകാരുണ്യത്താൽ ശിവലിംഗദാസ സ്വാമികൾക്ക് ലഭിച്ചു. ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശിവലിംഗദാസ സ്വാമികൾക്ക് ഈശ്വരാനുഭൂതി ലഭിച്ചു. അങ്ങനെയുള്ള ശിവലിംഗദാസ സ്വാമികളോട് ഒരിക്കൽ ഗുരു വീണ്ടും ചോദിച്ചു, ശിവലിംഗന് പുലിയെ കണ്ടാൽ ഇപ്പോഴും ഭയമുണ്ടോ? അന്നത്തെ നാളുകൾക്ക് മുമ്പ് ആദ്യം വന്നപ്പോഴുള്ള അനുഭവം ഉള്ളത് കൊണ്ട് വീണ്ടും ചോദിച്ചു, ശിവലിംഗന് പുലിയെ കണ്ടാൽ ഇപ്പോഴും ഭയമുണ്ടോ? തൃപ്പാദങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഭയമില്ല എന്ന് ശിവലിംഗസ്വാമി മറുപടി പറഞ്ഞു. ഓഹോ, അങ്ങനെയോ, എങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ശിവലിംഗദാസ് സ്വാമിയുടെ ശരീരത്തുനിന്ന് തൊട്ടു. അപ്പോൾ ശിവലിംഗദാസ് സ്വാമികൾ നോക്കുമ്പോൾ ഒരു വൻ പുലിയും രണ്ടു കുട്ടികളും തീ വാറുന്ന കണ്ണുകളോടെ അവ തൻ്റെ മുൻപിലേക്ക് വരുന്നതായി ശിവലിംഗദാസ് സ്വാമികൾക്ക് തോന്നി. പേടിച്ചു വിറച്ചു നിന്ന ശിവലിംഗസ്വാമി നോക്കിയപ്പോൾ പെട്ടെന്ന് തൃപ്പാദങ്ങളെ കാണുന്നില്ല. ശിഷ്യൻ ഭയചകിതനായി നാവിൽ നിന്നും പ്രാർത്ഥനാ സ്വരത്തിൽ വിലാപമുയർന്നു. അപ്പോൾ ആ പുലി നിന്ന ഭാഗത്ത് പുലിയുമില്ല, കുട്ടികളുമില്ല. അവിടെ സാക്ഷാൽ ശിവസ്വരൂപനായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗ സ്വാമികളുടെ യോഗാനുഭൂതിയുടെ മറ്റൊരു തലത്തിലായി എന്ന് വേണം പറയാൻ. ആ പുലിയും കുട്ടിയും നിന്ന സ്ഥാനത്ത് ഒരു ശിവസ്വരൂപമായി മാറി ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗ സ്വാമികളുടെ അടുത്ത് നിന്നു. ഇത് യോഗാനുഭൂതിയുടെ മറ്റൊരു തലം എന്ന് വേണേൽ പറയാം. ഇവിടെയാണ് ഈശ്വരാനുഭൂതിയിലേക്ക് ലയിക്കുന്ന യോഗശാസ്ത്രപരമായിട്ട് ശിവലിംഗദാസ് സ്വാമികൾ ഈശ്വരാനുഭൂതിയിലേക്ക് ലയിച്ച് അമർന്നു ഇറങ്ങി. ഈശ്വരാനുഭൂതിയിൽ ആമഗ്നായ ശിവലിംഗ സ്വാമി തനിക്ക് ലഭിച്ച ഈശ്വരാനുഭൂതിയെ സ്തുതിച്ചുകൊണ്ട് അന്ന് തന്നെ എഴുതി ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച ഗുരുപൂജയാണ് ഞാൻ ഈ പ്രഭാഷണത്തിന് ആദ്യമേ ചൊല്ലിയ ഗുരുഷട്കമെന്ന ദിവ്യ സ്തോത്ര രത്നം. അവിടെ ആ കൃതികളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത ഓം നമഃശിവായ നമുക്ക് കിട്ടും. ബ്രഹ്മത്തിന്റെ മൂർത്തിഭാവമായിട്ട് സാക്ഷാൽ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് തന്നെ തൻ്റെ പ്രഥമ ശിഷ്യൻ എഴുതിയ തൻ്റെ കാൽക്കൽ സമർപ്പിച്ചു, ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച ഒരു മഹനീയ കൃതിയാണ് ഗുരുഷട്കം. തുടർന്ന് 34 പരം കൃതികൾ ശിവലിംഗദാസ് സ്വാമികൾ രചിച്ചിട്ടുണ്ട്. ബാലോപദേശം, വിംശതി, ശിവഭക്തി പ്രകാശം, ബാലവിജ്ഞാപനം, ശ്രീമിത്ര ശതകം എന്നീ കൃതികളും മുനിചര്യ പഞ്ചകത്തിനും ജനനി നവരത്നമഞ്ജരിക്കും വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ട്. ശാരദാസ്തവം, വേദാന്ത സാരാവലി എന്നിവയാണ് പ്രധാന മറ്റു കൃതികൾ. തിരുക്കുറള, കൈവല്യ നവനീതം എന്നീ കൃതികൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിദ്ധപുരുഷനും കൂടിയായിരുന്നു സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം കൊണ്ടോ ഒരു നുള്ളു വിഭൂതി നൽകിയോ സങ്കല്പം കൊണ്ടോ അനേകം ആളുകളുടെ രോഗം മാറ്റിയിരുന്നു.
പരഹൃദയജ്ഞാനം, ദൂരദൃഷ്ടി തുടങ്ങിയ ആത്മീയ സിദ്ധികളും ശിവലിംഗദാസ സ്വാമികൾക്കുണ്ടായിരുന്നു. അപസ്മാരം, ഭ്രാന്ത് തുടങ്ങിയ രോഗങ്ങൾ മൂലം സ്വാമികളുടെ അടുത്ത് വന്നവരെയൊക്കെ ഒരു സങ്കല്പ ശക്തി കൊണ്ടുപോലും ഈ രോഗങ്ങളൊക്കെ മാറ്റിയിരുന്നു. സ്വാമികൾ ചാവക്കാട്ട് വിശ്രമിക്കുന്ന സമയത്ത് അവിടെയുള്ള നന്ദികേശൻ അല്പ പായസമുണ്ടാക്കി. അപ്പോൾ നന്ദികേശൻ പ്രത്യക്ഷ സാന്നിധ്യം ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നന്ദികേശന്റെ സാന്നിധ്യം ഉണ്ടായതറിഞ്ഞ ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി വന്ന മുഴുവൻ ആളുകളും ചാവക്കാട്ടെ ക്ഷേത്രത്തിൽ ഈ സ്വാമിയെ കാണാനായിട്ട് വരികയും അവിടെ വന്ന ആളുകൾക്ക് മുഴുവൻ പായസം നൽകിയതുമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ SNDP യോഗമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം കൂടുതൽ ശ്രദ്ധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് മാറിയപ്പോൾ ഗുരുദേവ ശിഷ്യന്മാർക്ക് ആധ്യാത്മിക ശിക്ഷണം നൽകുന്നതിന് ചുമതലപ്പെടുത്തിയത് തൃപ്പാദങ്ങൾ ശിവലിംഗദാസ സ്വാമികളെ ആയിരുന്നു. ചൈതന്യസ്വാമികൾ, സാധു ശിവപ്രസാദ് തുടങ്ങിയ മഹാത്മാക്കൾ ആത്മീയതയിൽ മുന്നേറുന്നതിന് ഗുരുദേവന്റെ പ്രതിപുരുഷനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതും ഈ ശിവലിംഗദാസ സ്വാമികളാണ്. സ്വാമികളുടെ പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാരിൽ ഒരാൾ തൃശൂരിൽ സിദ്ധവൈദ്യാശ്രമം സ്ഥാപിച്ച രാമാനന്ദ സ്വാമികളും ആന്ധ്രയിലുള്ള ഏർപ്പേഡിൽ വ്യാസാശ്രമം സ്ഥാപിച്ച സദ്ഗുരു മലയാള മഹർഷിയുമാണ് ശിവലിംഗദാസ സ്വാമികളുടെ 2 പ്രധാനപ്പെട്ട ശിഷ്യന്മാർ. സ്വാമികൾ പെരിങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമത്തിലാണ് ദീർഘകാലം താമസിച്ചത്. അങ്ങനെ വിശ്രമിക്കുന്ന കാലത്ത് ചാവക്കാട്ടേക്ക് തിരിച്ചു പോവുകയുണ്ടായി. പെരിങ്ങോട്ടുകരയിൽ വെച്ച് ഒരു മിശ്രഭോജനം നടത്തി. ഇത് ചില ഈഴവ പ്രമാണികൾക്ക് പിടിച്ചില്ല. അതിനെ സംബന്ധിച്ച് ചില സംസാരങ്ങളുണ്ടായി. ആ സംസാരത്തിൽ സ്വാമിക്ക് ഇഷ്ടപ്പെടാതെ വരികയും സ്വാമി ആരെയും ഒന്നിനെയും കാത്തു നിൽക്കാതെ ഇറങ്ങി മുന്നോട്ട് നടന്നു. ഒന്നും നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. ചാവക്കാട് എത്തിയപ്പോൾ വിവേകാനന്ദ സത്രത്തിൽ കയറി വിശ്രമിച്ചു. 1918 മുതൽ വിവേകാനന്ദ സത്രത്തിൽ സ്വാമി താമസിച്ചു. നാട്ടുകാർ ഗുരുദേവ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമിയാണെന്നറിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചു. സ്വാമികളുടെ സാന്നിധ്യം കൊണ്ട് ചാവക്കാട്ടുകാർക്ക് വളരെ അനുഗ്രഹമായി. അവർക്ക് ആധ്യാത്മിക ശിക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആരംഭം കുറിച്ചു. ഇതിനിടയ്ക്ക് പലരും അദ്ദേഹത്തെ തിരിച്ചു പെരിങ്ങോട്ടുകരയ്ക്ക് മടക്കി കൊണ്ടുപോകുവാനായിട്ട് വരികയും അതിന് പ്രേരണ ചെലുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ സ്വാമികൾ പെരിങ്ങോട്ടുകരയ്ക്ക് തിരിച്ചു പോയില്ല. ആരോ തൃപ്പാദങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുകയും തൃപ്പാദങ്ങൾ ഇതിന് മറുപടി പറഞ്ഞത്, ശിവലിംഗദാസൻ ശിവലിംഗം പോലെയാണ്, ഒരിടത്ത് പ്രതിഷ്ഠിച്ചാൽ പിന്നെ ഇളകുകയില്ല. അതായിരുന്നു തൃപ്പാദങ്ങൾ പറഞ്ഞ മറുപടി. ഒരിക്കലും ഇളകയില്ലാത്ത ശിവലിംഗം പോലെയാണ് എന്ന് തൃപ്പാദങ്ങൾ പറഞ്ഞു. അങ്ങനെ സ്വാമികൾ പെരിങ്ങോട്ടുകരയ്ക്ക് തിരിച്ചു പോകാതെ അവിടെ തന്നെ മണത്തലയിൽ താമസിച്ചു. അവിടെയുള്ള ശിഷ്യന്മാർക്ക് ആധ്യാത്മിക ഉപദേശം നൽകുകയും കുട്ടികളെയൊക്കെ സംസ്കൃതം ഒക്കെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിനം 1919 ജനുവരി 7 രാത്രി 8 മണിക്ക് ആ യോഗീശ്വരൻ മൊഴിഞ്ഞു, ഞാൻ നാളെ പോകും. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു. ആളുകൾ ഓർത്ത് സ്വാമികൾ നാളെ പെരിങ്ങോട്ടുകരയ്ക്കോ മറ്റോ പോവുകയാണെന്ന്. എന്നാൽ അടുത്ത ദിവസം രാവിലെ കാണുന്നത് കിടക്കയിൽ പത്മാസനസ്ഥനായി ധ്യാനനിഷ്ഠയിൽ ഇരിക്കുന്ന ശിവലിംഗദാസ സ്വാമികളാണ് കാണുന്നത്. ആളുകളോർത്തു ധ്യാനത്തിൽ ഇരിക്കുകയാണെന്ന്. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ സന്യസ്ത ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ സമാധിസ്ഥനായിരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായത്. എന്തൊരത്ഭുതകരമായ സമാധി! 1919 ജനുവരി 8 ശിവലിംഗദാസ സ്വാമികൾ സമാധിയായത്. സമാധിസ്ഥനായ ശിവലിംഗദാസ സ്വാമികളെ ഗുരുദേവന്റെ കൽപ്പന പ്രകാരം ബോധാനന്ദ സ്വാമികളാണ് മഹാസമാധിയുടെ കർമ്മങ്ങൾ നിർവഹിച്ചത്. പരാത്മവിദ്യയുടെ പരമാവധി കണ്ട ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ശിഷ്യൻ ദിവ്യശ്രീ ശിവലിംഗ സ്വാമികൾ പറന്നുപോയ ഹംസമായി വിരാജിച്ചു, പരബ്രഹ്മലീനമായി.
പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ മഹാസമാധി സ്മാരകമായി സമാധി അടഞ്ഞതിൻ്റെ 41-ാം ദിനം തൃപ്പാദങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. ചാവക്കാട് സ്വാമിയുടെ സമാധി മണ്ഡപവും കുടികൊള്ളുന്നു. ഗുരുദേവന്റെ നിശ്ചയപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശാനുസരണം വിവേകാനന്ദ സത്രത്തിൻ്റെ തെക്കുഭാഗത്ത് മനോഹരമായി ഒരു സമാധി സ്ഥലം ശിവലിംഗദാസ്വാമികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയും അവിടെ സമാധിസ്ഥനാക്കുകയും ബോധാനന്ദ സ്വാമിയുടെ കാർമ്മികത്വത്തിൽ സമാധിയിരുത്തൽ ചടങ്ങ് നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളുടെ വത്സല ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ സമാധിസ്ഥനായി. ആ സമാധി സ്ഥലവും പെരിങ്ങോട്ടുകരയിലെ സ്മാരക ക്ഷേത്രവുമെല്ലാം ദർശിക്കേണ്ടത് ശ്രീനാരായണ ഭക്തരായ നമ്മളുടെ എല്ലാം കടമയാണ്. അവിടെ പോയി മഹാഗുരുവിൻ്റെയും ശിവലിംഗദാസ സ്വാമികളുടെയും അനുഗ്രഹം നമ്മൾക്ക് വാങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഈ ചെറിയ ശിവലിംഗദാസ സ്വാമികളെക്കുറിച്ചുള്ള ചുരുക്കമായ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്നെ ശ്രവിച്ച ഈ ശിവഗിരിനാഥൻ ഗ്രൂപ്പിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം ഇതിൻ്റെ അഡ്മിൻ വിനോദിനും എല്ലാവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിനീഷിനും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മഹാഗുരുവിൻ്റെ കൃപാകടാക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.